ചേട്ടാ പറ. ഇന്ന് ഓട്ടോഷോ ഉണ്ടായിരുന്നു? ഇല്ല. ചേട്ടാ വരാൻ പറ്റത്തില്ല. എന്റെ ചേട്ടൻ ഒരു പെണ്ണുകാണലുണ്ട്. അപ്പൊ വണ്ടി അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് വേണം. ചേട്ടൻ ഇപ്പൊ എത്ര രൂപയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ഓട്ടോഷോയ്ക്ക്? ഞാൻ 5000 രൂപയ്ക്ക്. 5000 രൂപയോ? 4 അലൈവിലല്ലാതെ കാറിനകത്തൊന്നും ഇല്ലല്ലോ, ഫുള്ള് നോർമൽ അല്ലേ? അതിനിപ്പോ എന്തുവാ, അലോവിയിലുണ്ടല്ലോ, അതൊക്കെ മതി. സ്റ്റോക്ക് വണ്ടിക്ക് 5000 രൂപയോ ഓട്ടോഷോയ്ക്കോ? സ്റ്റോക്ക് ഒന്നും അല്ല, അകത്ത് ഫുള്ള് മോഡിഫിക്കേഷനാ. എന്തോ മോഡിഫിക്കേഷൻ? അതൊക്കെ ഉണ്ട്, നീ വെച്ചിട്ട് പോടാ. അകത്തൊരു കാറ് മാത്രം. ഹലോ സാറേ, ഞാൻ പഞ്ചായത്തിലോട്ട് വരത്തില്ലേ, എൻ്റെ ഒരു പെണ്ണ് കാണല. അപ്പൊ ഇന്ന് ഒരു ദിവസം അവധി. അച്ഛൻ എന്താടാ? എല്ലാരും റെഡി ആയോടാ? ഭാഗത്തോട്ട് കയറി. ഏകത്തോട്ട് എടാ മോനെ, ഇതും തുറന്നടാ. അല്ലടാ, ഇവനെ കൊണ്ടുപോകണോ? അതെന്തൊരു ടോക്കാ? അങ്ങനെ അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ നടന്നങ്ങ് പോകും, ഈ കാറ് വരണ്ട. എടാ മോനെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മളിപ്പോ അവന്റെ പെണ്ണ് കാണല്ലേ പോന്നേ. അവനാണെങ്കിൽ മാന്യമായിട്ടൊരു ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലി. ഇപ്പൊ നിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയും? നിനക്കതിന് എന്തോ ജോലി ഇരിക്കുന്നു. അവര് ചോദിച്ചപ്പോ എന്തുവാ, അച്ഛൻ അങ്ങോട്ട് നെഞ്ഞുമിരിച്ചങ്ങോട്ട് പറയണം, എന്റെ ഇളയ മോൻ ഓട്ടോ എന്തൂസിയാസ്റ്റിക് ആണ്. അത് എന്തൊരു കുന്തോടാവൻ പറഞ്ഞത്? മറ്റേ നമ്മുടെ കാറിൽ ഓരോ കോപ്രായങ്ങൾ കാണിക്കത്തില്ല, അവരെ പറയുന്നത് വേറെ. ചുമ്മാ കണ്ട ഈ മോഡിഫൈ ചെയ്തിട്ടുണ്ടാക്കുന്ന പിള്ളേരെപ്പറ്റി എന്തായാലും തോന്നിയ ദിവസം പറഞ്ഞിട്ടല്ലോ, പള്ളക്ക് കത്തിയിട്ടും കേട്ടോടാ. ചേട്ടനാന്ന് നോക്കത്തില്ല. മതി, നീ അങ്ങോട്ട് കയറി, സംസാരം ഒന്നും വേണ്ട. രാഘുകാലത്തിന് മുമ്പ് അങ്ങ് ചെല്ലുള്ള. എടാ മോനെ, പേരെന്ന് പഠിപ്പിക്കണം. ഓട്ടോ ഇന്ദു എന്താ മോനെ? പഴം കയറിയിടേ. തൻ്റെ എങ്ങനെയൊക്കെ പറയുന്നേ? മോനെ പതി എടുക്കുന്നേ, അച്ഛന് സ്പീഡ് പേടിയാടാ. സോറി. എന്റെ ഓട്ടോ ദൈവങ്ങളെ, എന്റെ കൊരങ്ങാ. എടാ മോനെ, നീ മുമ്പ് എന്തുവാടാ നിന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞേ? ഓട്ടോമാറ്റിക് ഹിന്ദുവോ? എന്തുവാ മോനെ നിന്റെ ജോലി? അച്ഛാ ഓട്ടോമാറ്റിക് ഹിന്ദു അല്ല അച്ഛാ, ഓട്ടോമാറ്റിക് ഹിന്ദുസ്റ്റാച്ച് അല്ലേ. എന്റെ അച്ഛാ ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോ ഹിന്ദു സ്റ്റാൻഡ് ഒന്നും അല്ല, ഓട്ടോ എന്തോസിയാസ്റ്റിക്. മനസ്സിലായോ? 10 തൊട്ട് എഴുതി പഠിക്കൂ. ഓ, കിട്ടി. അച്ഛനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോടാ. ഫോട്ടോസ്റ്റാറ്റിക് ഇന്തൂസിയാസ്റ്റിക് അല്ലേ? എന്റെ ഓട്ടോ ഷോ ദൈവങ്ങളെ, നീ ഇതൊക്കെ കാണുന്നുണ്ടോ? അയ്യോ മോട്ടോക്കു, മോട്ടോക്കിന്റെ റീലൊക്കെ ഞാൻ കാണാറുണ്ട്. ദിവസം 2 വട്ടമൊക്കെ കാണും, ചിലപ്പോ 3. എന്തെങ്കിലും മോട്ടോക്കുവിനെ കാണുമ്പോ ഗിഫ്റ്റ് തരാൻ വേണ്ടി എത്ര നാളായിട്ട് ഞാൻ കൈവച്ചോണ്ടിരിക്കുവാന്നറിയാമോ? എന്നേക്ക് മോനെ, ഇതേ എന്റെ ഫാൻ ബോയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് വെച്ചേക്കാം കേട്ടോ. എന്റെ പൊന്നച്ഛൻ, ഇത് ഹോട്ട് വീൽസ്. അച്ഛൻ ഇതിന്റെ വില അറിയത്തില്ല. ഈ കൊച്ചു വണ്ടി നല്ല വില ഡിമാൻഡുള്ള സാധനം ഇത്. അച്ഛൻ ഒന്ന് പോയി മാറി അങ്ങോട്ട് ഇരുന്നേ. മോനെ താങ്ക്സ് കേട്ടോ. അങ്ങോട്ട് പോട്ടെ. മോട്ടോക്ക് ഒന്ന് പൊട്ടിക്കാവോ? കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒന്ന് പൊട്ടിക്കാവോ? ഹാപ്പി പോവാട്ടോ. മോളെ, മീമണ്ടി അല്ല, പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ മോളെ. ഇരിക്കട്ടെ, ആരും എണീക്കട്ടെ. നമ്മളാരും എണ്ണീറ്റില്ലല്ലോ, ഇരിന്ന് പറയാ. മൂത്തവർക്ക് സംസാരിക്കാമല്ലോ. ഇതാണ് നമ്മുടെ പയ്യൻ, പേര് വിഷ്ണു. പയ്യൻ എന്ത് ചെയ്യുന്നു? പയ്യന് ഗവൺമെന്റ് ജോലിയാ, അങ്ങ് പഞ്ചായത്തില്. എങ്ങനെ? അതൊക്കെ പോട്ടെ, എന്നാ കിട്ടും? അത് പിന്നെ ഒരു 10-35 രൂപ കിട്ടും, പിന്നെ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നീ ചത്ത നോക്ക് ജോലിയും കിട്ടും. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. എന്താ മോളെ, അവൻ ചത്ത ജോലി വേണ്ടേ? അതല്ല അച്ഛാ, എനിക്ക് പുതിയ രീതിയിലുള്ള ജോലിയോടാ താല്പര്യം. എടി മോളെ, അവനെ ഗവൺമെന്റ് ജോലിയാ. പിന്നെ തൊലി എന്നാ പിന്നെ ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങിക്കട്ടെ. എന്താ പിന്നെ അതായിരിക്കും നല്ലത്. എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് പൊക്കോ. അനിയത്തൊന്നും ഇല്ലല്ലോ, ഒരു അമ്മൂമ്മ എടുക്കട്ടെ. ഒടിഞ്ഞ് ഞങ്ങൾ എടുക്കാറില്ല. അല്ല, ഇളയവന് വല്ല ജോലി കൂലിയൊക്കെ ഉണ്ടോ? ഇവൻ എന്തോ ഓട്ടോ സ്റ്റാൻഡിലെ ജോലിയൊന്നും അല്ല, ഓട്ടോ എന്തോസിയാസ്റ്റിക്. എന്താ പറഞ്ഞേ? ഓട്ടോ എന്തോസിയാസ്റ്റിക്. അച്ഛാ, എനിക്ക് ചെറുക്കനെ മതി. എടി മോളെ, ഈ ഫോട്ടോ സ്റ്റാൻഡ് കടയിക്കുന്ന പയ്യനൊക്കെ എന്തോ കിട്ടാന്? നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു വേണ്ട, കളർ കോപ്പിയാണ്. അങ്ങനെ 10 രൂപ കണ്ട് കിട്ടുമല്ലോ. ഏതാ? ഫോട്ടോ ഷോപ്പ് കടയിലൊന്നും അല്ല, മോട്ടോ അക്കുന്ന് പറഞ്ഞാലേ ഈ ഓട്ടോ ഷോ നടത്തുന്നിടത്തൊക്കെ ഫേമസ് ആ. അച്ഛൻ അറിയാത്തോണ്ടോ? ഫേമസ് ആയിട്ട് ഓട്ടോ ഷോയിലൊക്കെ കത്തിക്കുന്ന മനുഷ്യനാണ് അച്ഛാ. ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്, ഫാൻ ബോയ്സ്, ഫാൻ ഗേൾസ്.
ഫൈൻ അടിക്കാൻ വന്ന എംബിഡി ഉദ്യോഗസ്ഥരുടെ ചെവി പൊട്ടിച്ചവൻ. The only king. മോട്ടോ അക്കു. എടി മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയ പോരെ. അവക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ കെട്ടും. ഇല്ല ആർഭാടമായിട്ടുള്ള കല്യാണത്തിന് ഞങ്ങള് മോട്ടോകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഡീ പെണ്ണേ, രാത്രി 3 മണിയാകുമ്പോഴേ ഞാനിവിടെ കാറും കൊണ്ട് വന്ന് കിടക്കും. നീ വന്നോണം. ഫസ്റ്റ് നൈറ്റ് നമ്മുടെ കാറിൽ, കേട്ടല്ലോ. രാത്രി മോട്ടോ അക്കുവിന്റെ സൈലൻസിന്റെ സൗണ്ട് കേൾക്കാൻ ഞാൻ കാത്തിരിക്കും. സമ്മതിക്കത്തില്ലടി. നിങ്ങൾ അടി ഉണ്ടാക്കാതെ. ഇപ്പൊ പിള്ളേർക്ക് തമ്മിൽ അതാ താല്പര്യമെങ്കില് നമ്മള് കാരണവന്മാര് കൂടെ ഇന്നങ്ങ് ഇറക്കി കൊടുക്കുമല്ലേ. താങ്കളുടെ ഈ വളവ് പ്രായമൊക്കെ ആയില്ലേ, അപ്പൊ അതിന്റെ ഒരു വളവാ. ബാബനെ പോവാം. പോലെ പോലെ നിക്കടാ. നിങ്ങൾക്ക് ബൈക്കുമായിട്ട് എന്തെങ്കിലും ബന്ധം? സോറി, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ബൈക്ക് ഓടിക്കാറില്ല. പോകല്ലേ, അവിടെ നിക്ക്. മോളെ അലമാരിയിൽ നിന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ആ ഫോട്ടോയില് അത് ഞാൻ എടുത്തോണ്ട് വന്നേ. കൂടെ ചുറ്റിയാലും മോളെ ചുറ്റിലും കിടത്തെ അയ്യോ അമ്മ ചുറ്റിയാലും ഇട്ടില്ല. നല്ല കുഴവയുണ്ട് പറയോ. മതി. പൊട്ടിക്കണ്ട മോളെ, ഇതിനകത്ത് പൊടിയല്ലേ ഉള്ളൂ. കൈ കൊണ്ട് തൂത്താതങ്ങ് പോകും, മുഖം കാണാൻ പറ്റും. വെറുതെ പൊട്ടിച്ച് കുപ്പിച്ചിലാക്കിയിട്ട് ഞാൻ തന്നെ വേണ്ടേ തൂക്കാൻ. പിടിയിടി അങ്ങോട്ട്. പട്ടിഷോ കാണിച്ച് കൂണുണ്ടാക്കിയത് കണ്ടാൽ മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളല്ലേ കണ്ണാപ്പി ദ പട്ടിഷോ റൈഡർ? അച്ഛനും പട്ടി ഷോപ്പോ? എനിക്കും താല്പര്യമാ. എനിക്ക് താല്പര്യം അല്ലെങ്കിലോ? നിന്റെ സമ്മതം ചോദിച്ചില്ല. മോളെ, പണ്ട് ഓയിൽ ഒഴിക്കാത്ത വണ്ടി കണ്ടപ്പം എന്റെ കൂടെ വന്നവളാ. വീണ്ടും നീ ആ ഓയിൽ ഒഴിക്കുന്ന വണ്ടിയിലോട്ട് പോവല്ലേ. അത് 2 സ്ട്രോക്ക്. അതീ കാര്യമില്ല, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റില്ല. വളവൊക്കെ ഉണ്ട്, ഫുൾ ടൈം ഷെഡിലായിരിക്കും. ഇതിലും ഭേദമാ. ആ എന്നാ ഞാൻ അവിടെ കിടക്കാം. ആ മോളെ കമ്പിയെ പിടിച്ചൊന്ന് കറങ്ങി നോക്കട്ടെ. ഇതെന്തോ പരിപാടി? ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡ് ഇതാ. നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. വണ്ടിക്ക് ഒരു 500 രൂപ പാർക്കിങ്ങിന് പറ്റിയുണ്ട് കേട്ടോ. ആരാധ ചടങ്ങി സാറേ